ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പിന്നെ ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും അതുപോലെ തന്നെ എന്താ പറയുക ഇഡ്ലിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു 3-4 എന്താ പറയുക ഇല നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാടാവണ്ട, ചാർപ്പ് രുചി കൂടും. അപ്പോൾ അതും ഒന്ന് ഇതായതിന് മൊരിഞ്ഞതിന് ശേഷം അതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഒരുപാട് മൂപ്പിച്ചെടുക്കൊന്നും വേണ്ട, തൊട്ടടുത്ത് തന്നെ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാം. അപ്പോൾ ഞാൻ ഇനി ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 7 എന്താ പറയുക ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ചെറിയ ഉള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി എടുക്കാം. പക്ഷേങ്കിൽ ഒരു വലിയ ഉള്ളിയുടെ നേരെ പകുതി, ഒരു സവാളയുടെ നേരെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ തക്കാളിയാണ്. അപ്പോൾ ഈ ഒരു സൈസ് വലിയ തക്കാളിയാണ്. ഇനി ചെറുതാണെങ്കിൽ നിങ്ങൾ രണ്ട് തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. മല്ലിയില അരിഞ്ഞതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഓവറായിട്ട് കൂടി പോകണ്ട, കാരണം വെച്ചാൽ വല്ലാത്ത ചുവയുണ്ടാവും. പിന്നെ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ചോറിനാണെങ്കിൽ കുറച്ചധികം ഉപ്പ് ചേർത്താൽ കുഴപ്പമില്ല. പിന്നെ ദോശക്കും അതുപോലെ തന്നെ ഇഡ്ഡലിക്കൊക്കെ ആണെങ്കിൽ അധികം ഉപ്പ് ചേർക്കണ്ട, കാരണം അതിന് ഏകദേശം ഒരു ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം, എങ്കിലേ നമുക്ക് എന്താ പറയുക ചമ്മന്തി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾ കടുക് പൊട്ടിയതിന് ശേഷം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒപ്പരം ഇട്ട് വഴറ്റിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് 1 സ്പൂൺ മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇനി അരക്കുന്നില്ല എന്നെങ്കിൽ ഇതുപോലെ തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ചമ്മന്തിയുടെ അല്ലെങ്കിൽ സമ്മന്തിയുടെ കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നമ്മൾ ഉഴുന്ന് അരച്ച ദോശയുണ്ടല്ലോ, ആ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.